ഇപ്പോഴും ഈ സംഗീതോത്സവം ഇവിടെ അരങ്ങേറുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത്തരുണത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ഈ സന്ദർഭത്തിൽ ചിലരുടെയെങ്കിലും പേരുകൾ എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇപ്പോഴും ഈ സംഗീതോത്സവത്തിൻ്റെ സുവർണ്ണ കാലമാണെന്ന് പറയാം. അതല്ലാത്തൊരു കാലവും ഈ സംഗീതോത്സവത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഇതിൻ്റെ ആദ്യകാലത്ത് പരിശ്രമിച്ച ഒട്ടേറെ പേരുകളുണ്ട്. എല്ലാവരുടെയും പേരുകളിവിടെ ഓർമ്മിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എടുത്തു പറയുന്നില്ല. എങ്കിലും TVGയെ പോലുള്ളവർ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രഥമ ഗണനീയരായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ ഒരുപാട് വേഷങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആദ്യകാലത്ത് ചെമ്മയോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ ഈ സംഗീതോത്സവം സംഘടിപ്പിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല, യാത്രാ സൗകര്യമില്ല, അതൊന്നുമില്ലാത്ത കാലത്ത് മൃദംഗങ്ങളൊക്കെ 5-8 മൃദംഗങ്ങൾ കാണവണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ അന്നും ഈ ഉത്സവത്തിൻ്റെ മികവൊട്ടും മായാത്ത രീതിയിൽ അത് കൊണ്ടു നടക്കുവാൻ പരിശ്രമിച്ച കൊങ്ങോർപ്പള്ളിയെ ഓർക്കുകയാണ്. TVGയുടെ ബന്ധു കൂടിയാണ് ഗുരുവായൂരപ്പൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം ഭക്ഷണത്തിനും അതുപോലെ സ്പെഷ്യൽ കച്ചേരിക്കൊക്കെ വരുന്നവർക്ക് താമസിക്കുവാൻ പാചകത്തിനുമൊക്കെ സൗകര്യങ്ങളും ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നങ്ങനെയൊന്നുമില്ല. ഈ കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെയും അതുപോലെ ഗുരുവായൂരപ്പൻ സ്വാമിയുടെയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഇഡ്ഡലിയും അതൊക്കെയാണ് അന്ന് ഇവിടെ പാട്ടുകാർക്ക് നൽകിയിരുന്ന വിശേഷപ്പെട്ടതായ ഭക്ഷണം എന്നുള്ളത് കൂടി ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയും ഒരു കാലം ഈ സംഗീതോത്സവത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ പോകുന്നത് ശരിയല്ല. ഈ 50-ാം വാർഷികത്തിൽ കേരളത്തിൽ അങ്ങോട്ടുള്ള 6 കേന്ദ്രങ്ങളിലായിട്ട് ചെമ്മൈ അനുസ്മരണ പ്രഭാഷണവും ചെമ്മൈ സംഗീതോത്സവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പകർപ്പ് സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ചെറിയ പകർപ്പ് സൃഷ്ടിച്ചുകൊണ്ട് 6 കേന്ദ്രങ്ങളിലായിട്ട് ഈ സുവർണ്ണ